നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പം എന്താണ് ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ? ഓൾ കമ്പ്യൂട്ടേഴ്സ് ഹൗ ടു ഹാൻഡിൽ ആൽഫ ന്യൂമറിക് വാല്യൂസ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, സോ കൺവേർട്ട് ദീസ് വാല്യൂ ടു ബൈനറി ഡിജിറ്റ്സ് ഓർ ബിറ്റ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ്, അപ്പം ഈ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കത്തില്ല, അതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അപ്പോൾ ഇതിന് മനസ്സിലാവണമെങ്കിൽ ഇതിനെ എന്തിലേക്ക് മാറ്റണം? ബൈനറി വാല്യൂസിലേക്ക് മാറ്റണം. ബൈനറി വാല്യൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബൈനറി ഡിജിറ്റ്സ് അല്ലെങ്കിൽ ബിറ്റ്സ് എന്ന് പറയുന്നത് സീറോസും വൺസുമാണ്. ഇപ്പോൾ ലാംഗ്വേജസ് നമ്മൾ പറഞ്ഞു, മെഷീൻ ലാംഗ്വേജ് ഉണ്ട്, അതുപോലെ തന്നെ ലോ ലെവൽ ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ്, ഇങ്ങനെയുള്ള ലാംഗ്വേജസ് കമ്പ്യൂട്ടറിന് പൂർണ്ണമായും മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ആ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് സീറോസ് ആൻഡ് വൺസ് ഡിജിറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് കുറച്ച് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നത്? അസംബ്ലി ലാംഗ്വേജ് കൊണ്ടുവന്നത്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജിൽ ചില കോഡുകൾ യൂസ് ചെയ്യും. ആ കോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, പക്ഷേ ഈ അസംബ്ലി ലാംഗ്വേജിന് കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ ഇപ്പോൾ എഴുതുന്നത് എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജസിലാണ്. അതായത് നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. അത് ഇംഗ്ലീഷും അതുപോലെ തന്നെ നമ്മുടെ നമ്പേഴ്സ്, സിമ്പിൾസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ത് ചെയ്തിരിക്കണം? മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് ലാംഗ്വേജ്, ആൽഫ ന്യൂമറിക് വാല്യൂസ് എന്നാണ് നമ്മൾ കൊടുക്കുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ്, ഇതിനെയെല്ലാം സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ഇതിനെയെല്ലാം ബൈനറി വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കമ്പ്യൂട്ടറിന് അത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഏത് ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്. പല രീതിയിലുള്ള ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ നോക്കിയേ, ആസ്കി. ആസ്കി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ്കിയുടെ ഫുൾ ഫോം പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആസ്കി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് എന്നാണ്. അതായത് ഇത് യൂസ് 7 ബിറ്റ്. ഇത് ചോദിച്ചിട്ടുണ്ട്, ആസ്കി വാല്യൂ എത്ര ബിറ്റാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? ഇതിൽ 7 ബിറ്റാണ്. ഓരോ ക്യാരക്ടേഴ്സിനെയും മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് 7 ബിറ്റാണ്, 7 ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. 7 ബിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം എത്ര ക്യാരക്ടേഴ്സിന്? നമുക്ക് 2⁻7 ക്യാരക്ടേഴ്സിന്, അതായത് 2⁻7 എന്ന് പറഞ്ഞാൽ 128 യുണീക്ക് ക്യാരക്ടേഴ്സ് ക്യാൻ റെപ്രസെൻറ്റ്. അതായത് 7 ബിറ്റാണ്. ആസ്കി എന്ന് പറയുന്നത് 7 ബിറ്റാണ്. 7 ബിറ്റ് വെച്ചിട്ട് നമുക്ക് മാക്സിമം 128 ക്യാരക്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് എ യുണീക്ക് ഇൻഡിജർ നമ്പർ അസൈൻഡ് ടു ഈച്ച് ക്യാരക്ടർ. ഇത് ആസ്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യുണീക്ക് ആയിട്ടുള്ള ഇൻഡിജർ നമ്പറാണ് ഓരോ ക്യാരക്ടറിനും കൊടുത്തിട്ടുള്ളത്. ഇപ്പം നോക്കിയേ, നമ്മളിപ്പോൾ 64 എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു @ സിമ്പിൾ ആയിരിക്കാം, 65A ആയിരിക്കാം, 66B ആയിരിക്കാം. അങ്ങനെ നമ്മുടെ ABCD എന്ന് പറയുന്നത്, നമ്മൾ കീബോർഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നല്ല നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് പോകുന്നത്. എയുടെ ആസ്കി വാല്യൂ ആക്കും. ആസ്കി വാല്യൂ എക്കൊരു ആസ്കി വാല്യൂ ഉണ്ട്. ഇപ്പോൾ 65ആണ് എയുടെ ആസ്കി വാല്യൂ എന്നിരിക്കട്ടെ. ആ 65 എന്ന് പറയുന്ന ആസ്കി വാല്യൂവിനെ പിന്നീട് അതിൻ്റെ ബൈനറി വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ ബൈനറി വാല്യൂ വെച്ചിട്ടാണ് കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻഡിജർ നമ്പർ ഓരോ ക്യാരക്ടേഴ്സിനെയും അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഇൻഡിജർ നമ്പർ ഉണ്ട്. അപ്പം ഇതാണ് ആസ്കി വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആസ്കി വാല്യൂവിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കണ്ടോ, ഇതെന്താണ്? 65 എന്ന് പറയുന്നത് ഒരു കീബോർഡിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടേഴ്സിൻ്റെ വാല്യൂ, എനിക്ക് തോന്നുന്നത് എയോ ബിയോ അങ്ങനെ ആണ്. അപ്പം ആ ഒരു വാല്യൂവിനെ 65 എന്ന് പറയുന്ന വാല്യൂവിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കണം. 10000001. ഇത് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നൊക്കെ ബൈനറി കൺവേർഷനൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ആസ്കി എന്ന് പറഞ്ഞാൽ എന്താ? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണ്. ഇതിൽ എത്ര ബിറ്റാണ് യൂസ് ചെയ്യുന്നത്? 7 ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. 7 ബിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം 128 ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ 7 ബിറ്റ് എന്ന് വെച്ചാൽ 2⁻7. 2⁻7 എത്രയാണ്? 128 ആണ്. അടുത്ത് നോക്കിയേ, എക്സ്റ്റെൻഡഡ് ആസ്കി. ആസ്കി കഴിഞ്ഞ ശേഷം പിന്നീട് വന്നതാണ് ഏത്? എക്സ്റ്റെൻഡഡ് ആസ്കി. അപ്പം ആസ്കി നമ്മൾ പഠിച്ചു 7 ബിറ്റ് ആയിരുന്നു എന്ന്. പക്ഷേ എക്സ്റ്റെൻഡഡ് ആസ്കി എന്ന് പറയുന്നത് എത്രയാണ്? 8 ബിറ്റാണ്.
അതായത് മെമ്മറിയിൽ ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ബിറ്റാണ് യൂസ് ചെയ്യുന്നത്? 8 ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്രയായിരിക്കും ക്യാരക്ടേഴ്സ്? നേരത്തെ 128 ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് 2⁸ ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് മാക്സിമം 256 ക്യാരക്ടേഴ്സിനെ വരെ നമുക്ക് ഇതിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സാധാരണ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് കീബോർഡിലെ വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ്കി തന്നെ ഇനഫാണ്. അപ്പം നമ്മുടെ കീബോർഡിൽ ഇപ്പം 104 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ അത്രയും ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് മതി? നമ്മുടെ നോർമൽ ആസ്കി മതി. കൂടുതൽ ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏതാ എക്സ്റ്റെൻഡഡ് ആസ്കി യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ EBCDIC ആണ്. EBCDIC എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡഡ് ബൈനറി കോഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ് എന്നതാണ് EBCDICയുടെ ഫുൾ ഫോം. ഈ EBCDICയും എന്താണ്? ഒരു 8-ബിറ്റ് കോഡാണ്. ഇത് IBM കമ്പ്യൂട്ടേഴ്സിലാണ് കൂടുതലായിട്ടും ഏത് യൂസ് ചെയ്യുന്നത്? EBCDIC അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ബൈനറി കോഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫുൾ ഫോം എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇനി നോക്കിയേ, ഇത് മാക്സിമം 2⁸ ആകുമ്പം എത്ര ക്യാരക്ടേഴ്സ് ആയിരിക്കും? 256 ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ആസ്കി കോഡ് നമ്മൾ കൊടുത്തിട്ടുള്ള ആസ്കി കോഡിനെ നമുക്ക് EBCDICയിലേക്കും അതുപോലെ തന്നെ EBCDICയെ ആസ്കിയിലേക്കും കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ ISHI ആണ്. ISHI എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണ്. അപ്പം അതിൽ തന്നെ ഉണ്ട് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ISHI യൂസ് ചെയ്യുന്നത്. ISHIയും ഒരു 8-ബിറ്റ് കോഡാണ്. എൻകോഡിംഗ് സ്കീം ഫോർ റെപ്രസെൻറ്റിംഗ് വേരിയസ് റൈറ്റിംഗ് ലാംഗ്വേജ് സിമ്പിൾസ് ഓഫ് ഇന്ത്യ. അപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ പല ലാംഗ്വേജസ് ഉണ്ട് ഇല്ലേ? മലയാളം ഉണ്ട്, കന്നഡയുണ്ട്, തമിഴുണ്ട്, അങ്ങനെ പല ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ ആ പല ലാംഗ്വേജസിലും പല സിമ്പിൾസും ലെറ്റേഴ്സും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അത്രയും ലെറ്റേഴ്സിനെയും ക്യാരക്ടേഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ കോഡാണ് ഇത് ISHI എന്ന് പറയുന്നത്. ISHIയുടെ ഫുൾ ഫോം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇപ്പോൾ നമ്മുടെ ISHI നോർമലായിട്ട് യൂസ് ചെയ്യുന്നില്ല. ISHIക്ക് പകരം എന്ത് വന്നിട്ടുണ്ട്? യൂണിക്കോഡ് ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ വന്നിട്ടുണ്ട്. അടുത്തെന്ന് പറയുന്നത് യൂണിക്കോഡാണ്. യൂണിക്കോഡ് എന്ന് പറഞ്ഞാൽ ഒരു നോണാസ് യൂണിവേഴ്സൽ ക്യാരക്ടർ സെറ്റ്. ഇതിനെ യൂണിവേഴ്സൽ ക്യാരക്ടർ സെറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഈ യൂണിവേഴ്സൽ ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു 16-ബിറ്റ് കോഡാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആസ്കി എന്ന് പറയുന്നത് എത്രയായിരുന്നു? 8-ബിറ്റ് ആയിരുന്നു. അപ്പോൾ 256 ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആസ്കി കോഡ് യൂസ് ചെയ്തത്. പക്ഷേ അത് നമ്മൾ പറഞ്ഞു ISHI എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കോഡാണ്. ഇന്ത്യൻ ലാംഗ്വേജസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ISHI യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും എന്താണ്? 256 ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഈ ആസ്കി കോഡ് നമ്മൾ പറഞ്ഞില്ലേ, 8-ബിറ്റ് ആസ്കി എന്ന് പറയുന്നത് നമ്മുടെ വേൾഡ് വൈഡ് ആയിട്ട് ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ അത്രയും ലാംഗ്വേജസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ 8-ബിറ്റ് ആസ്കി ഒന്നും നമുക്ക് പോരാ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തത്, കൊണ്ടുവന്നത്? യൂണിക്കോഡ് കൊണ്ടുവന്നത്. അപ്പോൾ യൂണിക്കോഡ് എന്ന് പറഞ്ഞാൽ 8-ബിറ്റ് അല്ല, 16-ബിറ്റ് ആണ്. അപ്പോൾ 2⁻60 എന്ന് പറഞ്ഞാൽ 65,536 ക്യാരക്ടേഴ്സ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഏത് യൂസ് ചെയ്തിട്ട്? യൂണിക്കോഡ് യൂസ് ചെയ്തിട്ട്. അപ്പം ഇറ്റ് പ്രൊവൈഡ് യുണീക്ക് നമ്പർ ടു ഓൾ ലാംഗ്വേജ്. എല്ലാ ലാംഗ്വേജസിനെയും വേണ്ടിയിട്ടും എന്താണ്? ഒരു യുണീക്ക് നമ്പർ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് യൂണിക്കോഡ് എന്ന് പറയുന്നത്. ഇനി യൂണിക്കോഡ് കൺസോർഷ്യം എന്ന് പറഞ്ഞാൽ ഈ യൂണിക്കോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉണ്ട്. അതാണ് യൂണിക്കോഡ് കൺസോർഷ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആസ്കി പറഞ്ഞു 8-ബിറ്റ് കോഡായിരുന്നു. അതുപോലെ തന്നെ ISHI പറഞ്ഞു, അതും എന്തായിരുന്നു? 8-ബിറ്റ് കോഡായിരുന്നു. EBCDIC പറഞ്ഞു, അതും 8-ബിറ്റ് കോഡായിരുന്നു. പക്ഷേ യൂണിക്കോഡ് എന്ന് പറയുന്നത് എന്താണ്? 16-ബിറ്റ് കോഡാണ്. വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലാ ലാംഗ്വേജസിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് യൂസ് ചെയ്യാം? യൂണിക്കോഡ് യൂസ് ചെയ്യാം. ഈ അടുത്തതെന്ന് പറയുന്നത് നമ്പർ സിസ്റ്റമാണ്. പലതരത്തിലുള്ള നമ്പർ സിസ്റ്റമുണ്ട്. മെയിനായിട്ടും 4 ടൈപ്പ് നമ്പർ സിസ്റ്റമാണുള്ളത്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് 10 ആണ്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 10 ആണ്. അതായത് ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 വരെയുള്ള നമ്പേഴ്സാണ് യൂസ്. നമ്മുടെ 10, 11 അങ്ങനെയുള്ള നമ്മുടെ 129 നമ്മുടെ നമ്പേഴ്സിനെല്ലാം, നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന നമ്പേഴ്സിനെല്ലാം എന്താ പറയാം? ഡെസിമൽ നമ്പർ എന്ന് പറയാം. ഇതിൻ്റെ ബേസ് എത്രയാണെന്ന് ചോദിച്ചാൽ 10 ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്.
രണ്ടാമത്തെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ബൈനറി ആണ്. ബൈനറിയുടെ ബേസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. നമ്മൾ ബൈനറി ഡിജിറ്റ് അല്ലെങ്കിൽ ബിറ്റ് അല്ലെങ്കിൽ ബൈനറി ഡിജിറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നെല്ലാം നമ്മൾ പഠിച്ചു. അപ്പം നോക്കി അതിൻ്റെ ബേസ് എത്രയാണ്? 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ ഡിജിറ്റാണ്? 0 ഡിജിറ്റും 1 ഡിജിറ്റുമാണ് ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഒരു 10 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് നമ്മുടെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് 2 ഡിജിറ്റ് 10 ആയിരിക്കും ആ വാല്യൂവിനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 01 അങ്ങനെയുള്ള 1ഉം 0യും മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. ഇനി അടുത്ത മൂന്നാമത്തെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഒക്ടൽ നമ്പർ സിസ്റ്റമാണ്. ഒക്ടൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ഈ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ 0 മുതൽ 7 വരെയുള്ള ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 0 1 2 3 4 5 7 6 7 അപ്പോൾ എത്രയാവും? 8 ഡിജിറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അടുത്ത ഹെക്സാഡെസിമൽ ആണ്. ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ ബേസ് 16 ആണ്. അപ്പോൾ എത്ര ഡിജിറ്റ് യൂസ് ചെയ്യും? 16 ഡിജിറ്റ് ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 0 to 9 വരെ നമ്പേഴ്സ് വരുന്നുള്ളൂ. അപ്പം 9 കഴിഞ്ഞിട്ടുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ABCD ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഹെക്സാഡെസിമലിൽ യൂസ് ചെയ്യുന്ന വാല്യൂസ് അല്ലെങ്കിൽ ഡിജിറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 0 to 9ഉം A മുതൽ F വരെയുമാണ് യൂസ് ചെയ്യുന്നത്. 0 1 2 3 4 5 6 7 8 9 കഴിഞ്ഞിട്ട് 10 വരത്തില്ല. 10 നമ്മൾ റിപ്പീറ്റ് യൂസ് ചെയ്യത്തില്ല. 10ന് പകരം യൂസ് ചെയ്യുന്നത് ഏതാണ്? A ആണ്. 11 പകരം Bയും 12 C 13 D 14 E 15 F കണ്ടോ? അപ്പം എത്ര? 16 ആണ് ബേസ്. അപ്പോൾ 0 to 15 വരെ വരുന്നതിന് പകരം 0 to 9 വരെ നമ്പേഴ്സും ബാക്കി 10 മുതൽ 15 വരെ ഉള്ളത് ABCD ക്യാരക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. A മുതൽ F വരെയുള്ള ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്പർ സിസ്റ്റം. അപ്പം ഒന്നാമത്തത് ഡെസിമൽ നമ്പർ സിസ്റ്റം ബേസ് 10 ആണ്. 0 to 9 വരെ ഡിജിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ബൈനറി നമ്പർ സിസ്റ്റം ബേസ് 2 ആണ്. 0 to 1 വരെയുള്ള ഡിജിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഒക്ടൽ നമ്പർ സിസ്റ്റം ആണ്. ബേസ് 8 ആണ്. 0 to 7 വരെയുള്ള ഡിജിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നാലാമത്തെ ഹെക്സാഡെസിമൽ ആണ്. ബേസ് 16 ആണ്. 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റും A മുതൽ F വരെയുള്ള ക്യാരക്ടേഴ്സുമാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുന്ന ബൈനറി നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 0യും 1ഉമാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് 0 and 1. നോക്കി ഇതിൽ ഡേറ്റ എങ്ങനെയായിരിക്കും നോക്കി? 0 1 1 0 1 1 കണ്ടോ? 1 0 1 1 0 1 1 ഇതേപോലെ ആയിരിക്കും ഇതിൻ്റെ ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നോക്കി നമുക്ക് വൺസ് കോംപ്ലിമെന്റ് എക്സാമിന് ചോദിക്കും. ഒരു ബൈനറി നമ്പർ തന്നിട്ട് അതിൻ്റെ വൺസ് കോംപ്ലിമെന്റ് എന്താണ് അല്ലെങ്കിൽ ടൂസ് കോംപ്ലിമെന്റ് എന്താണ്? അപ്പോൾ അല്ലെങ്കിൽ ഒരു ബൈനറി വാല്യൂ തന്നിട്ട് ഇതിൻ്റെ നമ്മുടെ 4 ഓപ്ഷനിൽ നിന്നും അതിൻ്റെ വൺസ് കോംപ്ലിമെന്റ് കണ്ടുപിടിച്ച് എഴുതാൻ പറയും, അല്ലെങ്കിൽ ടൂസ് കോംപ്ലിമെന്റ് കണ്ടുപിടിച്ച് എഴുതാൻ പറയും. അപ്പം അതറിയാമെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ചിലപ്പോൾ നമുക്ക് ഡെസിമൽ വാല്യൂ തന്നിട്ടായിരിക്കും നമ്മുടെ ഇതിൻ്റെ ബൈനറി വാല്യൂ കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ ഡെസിമലിനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് നമുക്ക് പഠിക്കാം, ഡെസിമലിനെ എങ്ങനെയാണ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പം നോക്കി, ഇപ്പം ബൈനറി വാല്യൂവിൻ്റെ വൺസ് കോംപ്ലിമെന്റ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. അപ്പോൾ വൺസ് കോംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പം നമുക്കിതൊരു ബൈനറി വാല്യൂ ആണെങ്കിൽ ഈ ബൈനറി വാല്യൂവിൻ്റെ വൺസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൽ 1 ഉള്ളിടത്ത് നമ്മൾ 0 കൊടുക്കുക, 0 ഉള്ളിടത്ത് 1 കൊടുക്കുക. അത് സിമ്പിളാണ്, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ. കണ്ടോ? ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ചേഞ്ചിങ് 1 to 0 ആൻഡ് 0 to 1. 1 ഉള്ളിടത്ത് 0 കൊടുക്കുക, 0 ഉള്ളിടത്ത് 1 കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, വൺസ് കോംപ്ലിമെന്റ് ഓഫ് 1 0 1 0 1 1. ഇതിൻ്റെ വൺസ് കോംപ്ലിമെന്റ് എന്താ വരുന്നത്? ഈ 1 ഉള്ള പൊസിഷനിൽ എന്തായി? ഇവിടെ 0 ആയി. അടുത്ത 1 ഉള്ള പൊസിഷനിൽ എന്തായി? 0 ആയി. അടുത്ത 0 ഉള്ള പൊസിഷനിൽ എന്തായി? 1 ആയി. വീണ്ടും 1 ഉള്ള പൊസിഷനിൽ 0, 0 ഉള്ള പൊസിഷനിൽ 1, 1 ഉള്ള പൊസിഷനിൽ 0. അപ്പോൾ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ വെറും സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? 1 ഉള്ളിടത്ത് 0യും കൊടുക്കുക, 0 ഉള്ളിടത്ത് 1ഉം കൊടുക്കുക. കണ്ടോ? ഇത് കണ്ടോ? 1 0 1 1 0 0 1. അതിൻ്റെ വൺസ് കോംപ്ലിമെന്റ് എന്ത് ചെയ്യും? ഈ 1 ഉള്ളിടത്ത് 0 വരും. ഇപ്പോൾ ഇവിടെ 0, ഈ 0 ഉള്ളിടത്ത് 1 ആവും. എങ്ങനെ വരും? 0 1 1 0 0. കണ്ടോ? ഇവിടെ കിട്ടിയേക്കുന്നത് എങ്ങനെയല്ലേ? 0 1 1 0 0. ഇതാണ് ഇതിൻ്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ടൂസ് കോംപ്ലിമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ഇതിൻ്റെ വൺസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. അതിനുശേഷം എന്ത് ചെയ്യുക? അതിൻ്റെ കൂടെ ഒന്നുകൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടൂസ് കോംപ്ലിമെന്റ് കിട്ടും. അപ്പം ആദ്യമേ വൺസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക, കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ആഡ് ചെയ്യുക. ഒരു മിനിറ്റ്.
അപ്പോൾ നോക്കിയേ, ആദ്യമേ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സ്റ്റെപ്പ് 1 വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ്, അപ്പോൾ ഈ ഒരു നമ്പർ 0110 ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യമേ നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. വൺസ് കോംപ്ലിമെൻറ്റ് 0110യുടെ വൺസ് കോംപ്ലിമെൻറ്റ്, ഈ 0 ഉള്ളിടത്ത് എന്ത് വരും? 1 വരും. ഈ 1ൻ്റെ അവിടെ 0 വരും, ഇവിടെയും 0 വരും, ഇവിടെ 1 വരും. അപ്പം നോക്കിയേ, ഈ 0110യുടെ വൺസ് കോംപ്ലിമെൻ്റ് ആണ് 1001 എന്ന് പറയുന്നത്. ഇനി ഈ 1001ൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്യണം. നോക്ക്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആഡിങ് 1 to 1001. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ 1001 കിട്ടി, അതിൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്യുവാണ്. ഇവിടെ കണ്ട, അപ്പം നമ്മളിവിടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 1, ഇവിടെ 1ഉം 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് 10 ആണ് നമുക്ക് കിട്ടുന്നത്. 1 + 1 എന്ന് പറഞ്ഞാൽ 10 ആണ്. 1 + 0 എന്ന് പറയുന്നത് 1 ആണ്. 0 + 1 1 ആണ്. 0 + 0 0 ആണ്. 1 + 1 എന്ന് പറയുന്നത് 10 ആണ്. അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ 1 + 1 10 ആണ്. ഇപ്പം 0 നമ്മൾ ഇവിടെ എഴുതും. എന്നിട്ട് എത്ര വരും? ബാലൻസ് 1 വരും. എന്നിട്ട് ഈ 1ഉം 0യും കൂടെ ആഡ് ചെയ്യും. 1 + 0 എത്രയാണ്? 1 ആണ്. പിന്നെ ഇവിടെ 0യേ ഉള്ളൂ. ആ 0 നമ്മളിവിടെ കൊടുത്തു. 1 + 0 1. അപ്പം അങ്ങനെ 1010 എന്നാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പം ആദ്യമേ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യമേ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. ആ വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 1 + 1 ആണ് ആഡ് ചെയ്യുന്നത്. 1 + 1 ആണെങ്കിൽ 10 വരും. നമ്മൾ 0 കൊടുത്തിട്ട് 1 എന്ത് ചെയ്യും? ക്യാരി ചെയ്യും. പിന്നെ ആ 1 വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. 1 + 0 ആണെങ്കിൽ 1 ആണ് വരുന്നത്. 0 + 1 ആണെങ്കിൽ 1 ആണ് വരുന്നത്. 0 + 0 0 ആണ് വരുന്നത്. 1 + 1 ആണെങ്കിൽ മാത്രം 10 വരും. ആദ്യം അതിൻ്റെ 0 കൊടുക്കും. 1 ബാലൻസിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ചെയ്ത് കാണിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾ തന്നെ ഒരു നമ്പർ ഇട്ട് നോക്കുക. ഇപ്പം 1 0യും 1010 അല്ലെങ്കിൽ 1100 അങ്ങനെ കൊടുക്കാൻ നമുക്ക് അറിയാമല്ലോ, നമ്പർ ഇടാൻ അറിയാമല്ലോ. ഇപ്പം 4 ഡിജിറ്റോ അല്ലെങ്കിൽ 6 ഡിജിറ്റോ 8 ഡിജിറ്റോ ഒക്കെ ഉള്ള ഒരു 101011 അങ്ങനെ ഒരു വാല്യൂ കൊടുക്കുക. അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പം 1 ഉള്ളിടത്ത് 0യും 0 ഉള്ളിടത്ത് 1ഉം ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്ത് നോക്കിയതിന് ശേഷം ടൂസ് കോംപ്ലിമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഡിജിറ്റിൻ്റെ അവിടെ എന്ത് ചെയ്യുക? 1 കൊടുക്കുക. പിന്നെ അത് വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് റിസൾട്ട് കിട്ടണമെന്ന് നോക്കുക. ഇപ്പം നമുക്ക് ഗൂഗിളിലായാലും നമുക്ക് സെർച്ച് ചെയ്ത് നോക്കി ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് എത്രയാണ് എന്ന് സെർച്ച് ചെയ്ത് നോക്കി ആൻസർ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ചെക്ക് ചെയ്യുകയും ചെയ്യാം ഇത് കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ക്യാരക്ടർ റെപ്രസെൻറ്റേഷനും അതുപോലെ നമ്പർ സിസ്റ്റമാണ് പറഞ്ഞത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡെസിമൽ വാല്യൂവിനെ ബൈനറിയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും, ബൈനറി ഡെസിമലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നൊക്കെ പഠിക്കാണ്ട് നമുക്ക് പഠിക്കാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്